ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC എക്സാമിനേഷനിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് നമ്മളൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. ബട്ട് ഇതെങ്ങനെയാണ് കിട്ടുക എന്നുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനലിൽ വേരിയസ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. ക്ലാസ് 9, 10, +1, +2, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ടോപ്പിക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് ടോപ്പിക്, ഇന്ത്യൻ പൊളിറ്റി ഇൻഫർമേഷൻ, അഡ്വാൻസ്ഡ് കെമിസ്ട്രി ഇൻഫർമേഷൻ, ജനറൽ പബ്ലിക്കിന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ്, വേരിയസ് വീഡിയോസ് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് മാറ്റ്കം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് കൂടി ഫോളോ ചെയ്യുക. ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അപ്പോൾ നമുക്കൊരു ഡെസിമൽ തന്നു കഴിയുമ്പോൾ ആ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ 10ന്റെ പവറായിട്ട് എഴുതാൻ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ 1 എന്ന് പറയുന്നത് 10⁻⁴ ആണ്. 10 എന്ന് പറയുന്നത് 10⁻⁴ ആണ്. 100 എന്ന് പറയുന്നത് 10⁻²² ആണ്. 10⁻² മീൻസ് 10 × 10. അല്ലെങ്കിൽ 1000 എന്ന് പറയുന്നത് 10⁻3, അതായത് 10 × 10 × 10. ക്ലിയർ? ഫൈൻ. ഇനി പോയിന്റ് 1 എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് 1 മീൻസ് 1/10. പോയിന്റ് 1 മീൻസ് 1/10. ഈ 10 മുകളിൽ വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 10⁻⁻1. ദ സെയിം വേ പോയിന്റ് 01 എന്ന് പറഞ്ഞാൽ 1/100. പോയിന്റ് 01 മീൻസ് 1/100. ദാറ്റ് മീൻ 100 മുകളിൽ വന്നാൽ 100⁻⁻1 അല്ലെങ്കിൽ 10⁻². ഓക്കെ, ക്ലിയർ? അല്ലെങ്കിൽ 100 നമുക്ക് എന്താ? 100നെ 10⁻² എന്ന് എഴുതാം. മുകളിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? 10⁻². കാരണം 1/a⁻x എന്ന് പറയുന്നത് a⁻−x ആണ്. 1/a⁻x എന്ന് പറയുന്നത് a⁻−x ആണ്. 1/a⁻x എന്ന് പറയുന്നത് a⁻−x ആണ്. ഇവിടെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് പോയിന്റ് 1 എന്ന് പറയുന്നത്? പോയിന്റ് 1 മീൻസ് 1/10 ആണെന്ന് പറഞ്ഞു. ഇൻ ദ സെയിം വേ ഇഫ് ഇറ്റ് ഈസ് 0.001 that is equal to 1 divided by 1000. കാരണം 1 divided by 1000 വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സീറോയ്ക്ക് 1 ഡെസിമൽ, സെക്കൻഡ് സീറോ, തേർഡ് സീറോ, അങ്ങനെയാണ് 001 എന്ന് കിട്ടുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/10⁻3. 10⁻3 മുകളിൽ വരുമ്പോൾ 10⁻−3 ആവും. അപ്പൊ ഈ ഒരു രീതിയിലേക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതുവാണെങ്കിൽ നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. ഫോർ എക്സാമ്പിൾ 0.01 × 0.001, അതായത് 0.01നെ 10⁻−2 എന്ന് എഴുതാം. 0.001നെ 10⁻−3 എന്ന് എഴുതാം. ഇൻ ദ സെയിം വേ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്താൽ 0.101നെ ഇൻറ്റു 0.01നെ നമുക്ക് 101 × 10⁻−3 എന്ന് എഴുതാം. കാരണം 0.101 എന്ന് പറയുമ്പോൾ ഒരെണ്ണകത്തേക്ക് എടുക്കുമ്പോൾ 10⁻−1 ആവും. വീണ്ടും ഡെസിമൽ അകത്തോട്ട് എടുക്കുമ്പോൾ 10⁻−1 ആവും. വീണ്ടും എടുക്കുമ്പോൾ 10⁻−3. അപ്പോൾ 101 × 10⁻−3 ഇൻറ്റു 0.01 എന്ന് പറഞ്ഞാൽ 10⁻−2. 0.01 എന്ന് പറഞ്ഞാൽ 10⁻−2. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണ് എങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ 0.101 × 0.001. 0.101നെ 101 × 10⁻−3 എന്ന് എഴുതാം. 0.001നെ 10⁻−3 എന്ന് എഴുതാം. ക്ലിയർ? നാലാമത്തെ ഓപ്ഷൻ 0.10 × 0.001. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം 0.10 1ന് ശേഷം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡെസിമൽ പ്ലേസിൽ 0യ്ക്ക് ശേഷം വേറെ നമ്പർ ഒന്നും വരുന്നില്ലെങ്കിൽ 0.10 എന്ന് പറഞ്ഞാൽ 0.1 തന്നെയാണ്. 0.10 എന്ന് പറഞ്ഞാൽ 0.1 തന്നെയാണ്. 0.1 എന്ന് പറഞ്ഞാൽ 10⁻−1. 0.001 എന്ന് പറയുമ്പോൾ 10⁻−3 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ള സാധനം 0.101 ആയിരിക്കും. 0.101 ആയിരിക്കും. നമ്മളിപ്പോൾ 0.101 എടുത്ത് ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഒരു ഡെസിമൽ, ഫോർ എക്സാമ്പിൾ 1നെ വെളിയിലോട്ട് എടുക്കുകയാണെങ്കിൽ ഇത് 1.01 × 10⁻−1. ഒന്നുകൂടെ എടുക്കുകയാണെങ്കിൽ 10.1 × 10⁻−2. ഒന്നുകൂടെ എടുക്കുകയാണെങ്കിൽ 101 × 10⁻−3 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം a⁻x × a⁻y എന്ന് പറഞ്ഞാൽ a⁻x + y ആണ്. a⁻x × a⁻y എന്ന് പറഞ്ഞാൽ a⁻x + y ആണ്. ഇവിടെ നോക്കിയാൽ 10⁻2 10⁻−y. That means 10⁻2 - 3 that is equal to -2 - 3 = -5. That is equal to 10⁻⁻5. ക്ലിയർ? ഇവിടെ നോക്കിയേ
10 raised to minus 3, 10 raised to minus 2. അപ്പോൾ 10 raised to minus 5 കിട്ടും. റിമൈനിങ് എന്തുണ്ട്? 101. സോ 101 into 10 raised to minus 5 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇവിടെയോ 10 raised to minus 3, 10 raised to minus 3. അപ്പോൾ എന്ത് വരും? 10 raised to minus 6. പിന്നെ എന്തുണ്ട്? 101. 101 into 10 raised to minus 6. ഇത് എത്ര വരും? 10 raised to minus 4 എന്ന് വരും. 10 raised to minus 4 എന്ന് വരും. ഫോർ എക്സാമ്പിൾ എല്ലാം 10 raised to minus 5ന്റെ പവറിലേക്ക് എഴുതുവാണെങ്കിൽ നമുക്കിത് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ 101 into 10 raised to minus 6 എന്ന് പറയുന്നത് ഒരു പവറിനെ അകത്തോട്ട് എടുത്താൽ 10.1 into 10 raised to minus 5 എന്ന് എഴുതാം. 10.1 into 10 raised to minus 5 എന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ ഈ പറയപ്പെടുന്ന 10 raised to minus 4നെ 10 raised to minus 4നെ 1 into 10 raised to minus 4 ആണ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് 10 into 10 raised to minus 5 ആണ്. ഇനി നമ്മൾ നോക്കിക്കേ തന്നിരിക്കുന്ന വാല്യൂകളെല്ലാം നോക്കുമ്പോൾ ഒന്നാമത്തേത് 10 raised to minus 5, രണ്ടാമത്തെ 101 into 10 raised to minus 5, മൂന്നാമത്തെ 10.1 into 10 raised to minus 5, നാലാമത്തെ 10 into 10 raised to minus 5. അങ്ങനെയാണ് എങ്കിൽ ഇതിനകത്തെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 101 into 10 raised to minus 5, അതായത് 0.101 into 0.01. സോ ഇതായിരിക്കും ഇതിനകത്ത് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ല, ബേസിക്കലി കോൺസെപ്റ്റ് മനസ്സിലാവാത്തതുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആ കോൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഈ 10ന്റെ പവറുകൾ എഴുതാനായിട്ട് a raised to x into a raised to y, a raised to x plus y അത് എഴുതാൻ അറിയാവുന്നവർക്ക് ഒരു സ്റ്റെപ്പിൽ ആൻസർ കണ്ടുപിടിക്കാം. ബട്ട് കോൺസെപ്റ്റുകൾ ക്ലാരിറ്റി ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് എടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2 raised to 3 into 5 raised to 4ന്റെ വില എത്ര? ഫോർ എക്സാമ്പിൾ any number raised to something. For example, 2 raised to 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2 into 2 into 2 ആണ്. 5 raised to 4ന്റെ അർത്ഥം 5 into 5 into 5 into 5 ആണ്. അങ്ങനെയാണെങ്കിൽ 2 raised to 3 into 5 raised to 4 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 into 5 into 5 into 5 into 5 ആണ്. 2 into 2 എന്ന് പറഞ്ഞാൽ 10, 2 into 2 എന്ന് പറഞ്ഞാൽ 10, 2 into 2 എന്ന് പറഞ്ഞാൽ 10, 10 into 10 into 10. ഇത് 10, ഇത് 10, 10. അപ്പം എന്തുവരും? 1000 into 5. 1000 into 5 എന്ന് പറഞ്ഞാൽ 5000. സോ അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 5000. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video, share with your friends. Keep watching, keep learning. Thanks for watching. Bye.